ബഹുമാന്യരായ അധ്യക്ഷനവരുകളെ, ആദരണീയ UP തങ്ങളവരുകളെ, മറ്റുള്ള നമ്മുടെ സദസ്സിൽ കൂടിയ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ, അതുപോലെ സാമൂഹിക പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, സ്നേഹിതന്മാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നാം കൂടിയിട്ടുള്ളത് മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറയാം. അപ്പൊ ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അന്യോന്യം നമ്മൾ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവർക്ക് നമ്മൾ വേണ്ട സഹായം ചെയ്തു കൊടുക്കണം എന്ന് ജനങ്ങളെ ഉണർത്തുവാൻ വേണ്ടി നമ്മുടെ ഈ അറടക്കനാടിൽ കഴിഞ്ഞ വർഷം കൂടിയിരുന്നു. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ പരിപാടിയാണ്. അപ്പോ ഇതുപോലെ എല്ലാ വർഷവും 6 മാസത്തിൽ ഒരു പ്രാവശ്യം കൂടിയാൽ വളരെ നല്ലതാണ്. കാരണം നമ്മുടെ യുവതലമുറകളെ ഒരു നല്ല വഴിക്ക് നയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് രക്ഷകർത്താക്കളെ നമ്മുടെ കടമയാണ്. നാം രക്ഷകർത്താക്കന്മാർ ചെയ്യുന്ന വലിയ ഒരു പണിയാണ്, ഒരു ജോലിയാണിത്. നമ്മളെ തലമുറകളെ നല്ല വഴിക്ക് നയിക്കുവാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനും നല്ല ഉപദേശം കൊടുക്കുവാനും. മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. അതിലെടുത്തിപ്പോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കാണിക്കുന്ന പല മതങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കിയാൽ 3 മതങ്ങൾ നമ്മളെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്നാമത് ഇസ്ലാം മതം, രണ്ടാമത് ഹിന്ദു മതം, മൂന്നാമത് ക്രിസ്ത്യാനി മതം. ഈ എല്ലാ മതത്തിലേക്കും പ്രത്യേകമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ മതത്തിലെ ഗ്രന്ഥങ്ങളില്ലാതെ മതത്തിനെ നമ്മൾ മുന്നോട്ട് നയിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും സാധ്യമല്ല. ആ ഗ്രന്ഥങ്ങൾ എന്തിനാണുള്ളത്? ആ ഗ്രന്ഥങ്ങള് അതതിൽ മതത്തിൽ ബന്ധപ്പെട്ടവര് ശരിക്കായി പഠിച്ചവര് അറിയാത്തവരെ പറഞ്ഞു കൊടുക്കലും അവരെ ബോധവാനാക്കലും ആ മതകർത്താക്കളുടെ കർത്തവ്യമാണ്. അപ്പൊ എല്ലാവരും മതത്തിലുള്ള ഗ്രന്ഥങ്ങളെ ശരിക്കും പഠിച്ചിട്ട് അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങിയാൽ നമ്മളെ നാട്ടിൽ നിന്നല്ല, നമ്മളെ രാജ്യത്തു നിന്നല്ല, ലോകത്തു നിന്നല്ല എവിടെയും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധിക്കില്ല. കാരണം എല്ലാ മതത്തിലും പറയുന്നത് ശാന്തി, സമാധാനം, മറ്റവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക. ഇസ്ലാം ഏതെന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനം, സലാം. നമ്മൾ പറയുന്നത്, നമ്മളെ സുഹൃത്തിനെ കണ്ടപ്പോൾ നാം പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചിലപ്പോ എന്റെ അഹിന്ദ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി വിരിക്കുകയാണ്. ശാന്തിയും അള്ളാഹിനുള്ള ദൈവത്തിനുള്ള ശാന്തിയും സമാധാനവും കാരുണ്യവും ഐശ്വര്യവും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഒരു സുഹൃത്ത് നമ്മൾ മറ്റൊരു സുഹൃത്തിനേക്കാൾ പറയുന്നത്. അപ്പൊ അതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന അർത്ഥം ശാന്തി, സമാധാനം. തുടക്കത്തിൽ സലാം, എത്ര ഭംഗിയായ അർത്ഥമാണ് സലാം. അപ്പോ അതുപോലെ തന്നെ എല്ലാ മതത്തിലും പറയുന്നത് തന്നെ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കണം. നമ്മുടെ അടുത്ത് ഏതൊരു സുഹൃത്തും എന്തൊരു സഹായം ചോദിച്ചാലും അതിന് പെട്ടതായ സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇത് നോക്കേണ്ടതില്ല. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കാം വന്നവൻ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയായിരിക്കാം. എന്നാലും അവൻ നോക്കേണ്ട ആവശ്യമില്ല. അവൻ തേടി വന്നാൽ അഭയം കൊടുക്കണം, അവനക്ക് വേണ്ടി സഹായം കൊടുക്കണം. അവൻ ആവശ്യപ്പെട്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവസാനം അവന്റെ വസതിയിൽ നമ്മൾ അവൻ എത്തിക്കണം എന്നാണ് നമ്മൾ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ഇത്തരം കാര്യത്തിൽ നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത അബൂബക്കർ സഖാഫിയോട് പറഞ്ഞു, അയ്യപ്പ ഇപ്പോൾ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ശബരിമല അയ്യപ്പൻ സ്വാമികൾ, അവിടെ ഒരുപാട് ലോകത്തുള്ള എല്ലാ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഭക്തന്മാരവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അയ്യപ്പ സ്വാമികൾ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്റെ അടുത്ത് വരുന്നവര് അവിടെ അടുത്ത് കിടക്കുന്ന മക്ബറയുള്ള ബാബര് എന്നവരെയും പോയി സന്ദർശിക്കണം. ഇത് നിർബന്ധമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾക്കൊരു പാഠമാണ്. അപ്പൊ ഇത് അവരുടെ സഹോദര സൗഹൃദമാണ് നമ്മൾ അറിയുന്നത്.
അതുപോലെ